സ്വന്തം ശരീരത്തിലെ അണുവിനെ കാണുവാൻ ഭൂതക്കണ്ണാടി വേണം. ഒന്നുമല്ല മനുഷ്യർ. 126 മില്യൺസ് ഓഫ് ആനിമൽസിന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. 126 കോടി കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും നടക്കാൻ പറ്റുന്നതും പറക്കാൻ പറ്റുന്നതും ഓടാൻ പറ്റുന്നതും വലിപ്പമുള്ളതും വലിപ്പമില്ലാത്തതും ഒക്കെ. അതിൽ ഓരോ ജീവികൾക്കും കുറേ കർമ്മങ്ങൾ കൊടുത്തു, കുറേ ഉപകാരങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊടുത്തു. അതൊന്നുമില്ലാതെ ഏറ്റവും കൂടുതൽ തല ഉയർത്തി നിർത്തുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഭാവമുള്ള ഒരു മൃഗത്തെ ഉണ്ടാക്കിയതാണ് മനുഷ്യൻ. സത്യമാണ്. അജ്ഞാനതിമിരന്തസ്യ അജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമ്മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിട്ടുള്ള മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ജ്ഞാനം കിട്ടുമ്പോഴാണ്. ആ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ജ്ഞാനമല്ല, ബിയോണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഡാർക്ക് എനർജി. ശരിക്കും ഇങ്ങനൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജി ഉണ്ടോ? ഒരു ബൾബ് കത്തുന്നതിന് പോസിറ്റീവും നെഗറ്റീവും വേണമല്ലോ. അതുപോലെ ശാസ്ത്രം പറയുന്നത് സകാരാത്മക ശക്തിയും നകാരാത്മക ശക്തിയും എന്നാണ് പറയുന്നത്. അപ്പോൾ സകാരാത്മക ശക്തി സൂര്യൻ്റെ സാന്നിധ്യത്തിൽ, നകാരാത്മക ശക്തി സൂര്യൻ്റെ അസാന്നിധ്യത്തിലുമാണ് ഉണരുന്നത്. അപ്പോൾ നമുക്കറിയാം, അസ്തമിച്ച് കഴിയുമ്പോൾ കൊതുക്, മൂട്ട, തേള്, പാമ്പ് ഇവയൊക്കെ തന്നെ ചോര ഊറ്റി കുടിക്കുന്നവരാണ്. അപ്പോൾ ഇവറ്റകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവറ്റകളല്ലാതെ പല ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കണ്ണിൽ അജ്ഞാന തിമിരം ബാധിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കവയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങയ്ക്കും സാധിക്കും. ആ രീതിയിലുള്ള സാധനാക്രമത്തിലൂടെ ഗുരുവിൽ നിന്നും പകർന്നു കിട്ടിയ മന്ത്രങ്ങളുടെ നിത്യമായുള്ള ജപത്തിലൂടെ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയിലൂടെ, ധരിച്ചിരിക്കുന്ന താന്ത്രിക മാന്ത്രിക ഉപായങ്ങൾക്ക് അനുയോജ്യമായ സാധനങ്ങളുടെ ലഭ്യതയിലൂടെ തിരിച്ചറിയ. അങ്ങനെയാണ് വളരെയധികം പ്രസിദ്ധനായ ഒരു നാഗാബാബ ഉണ്ടായിരുന്നു. ബൈക്ക് വാല ബാബ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, കന്യാകുമാരിയിലെ ബാബ ശിവഗിരി ബാബ. അപ്പം നമ്മൾ നിരഞ്ജനി ലഹാഡയിലാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നാഗാ സന്യാസിയെ കാണുന്നത് ബൈക്ക് വാല ബാബയാണ്. അപ്പം അന്ന് നമ്മൾ സന്യാസിയായിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് നേപ്പാൾ വരെ കൊണ്ടെത്തിക്കണം. അപ്പം നമ്മളോട് പറഞ്ഞു, വരുന്നെങ്കിൽ വന്നോളൂ, നേപ്പാളം കാണാം. പോയി തിരിച്ചു വരണം. ഞാൻ കരുതി ബാബ നാട്ടിലേക്ക് പോട്ടെ, നാളെ പോവാം. അപ്പോൾ എന്നും രാവിലെ 7 മണിക്കാണ് കാഠ്മണ്ഡുവിൽ നിന്ന് ഒരു ബസ് ഗോരഖ്പൂർ വരെ പോകുന്നത്. ബാബ എന്നോട് പറഞ്ഞു, ഇന്ന് പോകണ്ട, നാളെ പോകാം. ചങ്ങാതി, നാളെ നേരം വെളുത്ത് വന്ന പത്രത്തിൽ കാണുന്ന ന്യൂസ് തന്നെ രാവിലെ 6:30 മണിക്ക് പശുപതിയിൽ നിന്ന് ഗോരഖ്പൂറിലേക്ക് പോയ ബസ് 140 അടി ആഴമുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു വീണു എന്നുള്ളതാണ്. നമ്മൾ തന്നെ പല പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ നടത്തിയിട്ട് പിന്നെ ക്ഷമാപൂർവ്വം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കാരണം അന്നൊക്കെ തന്നെ നമുക്ക് സന്യാസ ജീവിതം ഇഷ്ടമാണ്. ഇത് കഠിനമായ മാർഗമാണെന്നറിഞ്ഞ് അദ്ദേഹം നമ്മളെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. അഖാഡയിലെ നാഗാ സന്യാസിയായതിനു ശേഷം നമ്മുടെ അഹങ്കാരം നശിക്കുവാൻ, ലോകമെന്താണെന്ന് മനസ്സിലാക്കുവാൻ, ശരീരത്തെ പാകപ്പെടുത്തുവാനാണ് ഭിക്ഷാടനം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ ആദിശങ്കരൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ ഒരു മഹത് വ്യക്തിയുടെ കൂടെ, ഒരു സിദ്ധൻ്റെ കൂടെ ഒരു വർഷവും 6 മാസവും ആസാമിലെ മയാങ്ങിൽ താമസിക്കുന്നതിനിടയായി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് മനുഷ്യരുടെ ആണെങ്കിൽ തന്നെയും ജ്യോതിശാസ്ത്രം അനുസരിച്ചുള്ള വൃക്ഷം, പക്ഷി, മൃഗം ഇത് കണക്കാക്കി വശ്യമോ വിദ്വേഷമോ മാരണമോ ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നതും, ഇതൊന്നും നീ ചെയ്യരുത് എന്ന് അദ്ദേഹം ഉപദേശിച്ചത്. ഈ ഗൂഢശാസ്ത്രങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിസ്സഹായനായ ഒരാൾക്ക് വേണ്ടി ചെയ്യുക, സ്വയം തനിക്ക് വേണ്ടിയോ മറ്റൊരാളെ ഹനിക്കുന്നതിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ കുഷ്ഠരോഗം പിടിക്കും, ഇല്ലെങ്കിൽ തളർന്നു കിടക്കും എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ വഴിക്കൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ തന്നെ ശാസ്ത്രമുണ്ടല്ലോ. ജ്ഞാനം ലഭിച്ച കുന്തിദേവി എന്താണ് ചെയ്തത്? ഇത് പരീക്ഷിക്കാനിറങ്ങി. ആ പരീക്ഷണമാണല്ലോ മഹായുദ്ധത്തിന് കാരണമായത്. അങ്ങനെ ഈ നെഗറ്റീവ് എനർജിയും ഡാർക്ക് എനർജിയും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ഇപ്പോൾ പറഞ്ഞ പോലെ പാദപൂജ പാടില്ല, അമ്പലത്തിൽ എല്ലാവരെയും കയറ്റണം എന്നൊക്കെ പറയുന്ന കൂട്ടായ്മ പോലും അവരുടേതായ പ്രദേശങ്ങളിൽ പോലും ഇത്തവണ പോലും കർക്കിടക ബലിക്ക് വളരെ തിരക്കായിരുന്നു. ആത്മാവ് വരുന്നു, അതിന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങക്ക് രോഗം വരുന്നു, ഈ ആശുപത്രിയിൽ പോയ ഡോക്ടർ മിടുക്കനാണ്, ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ചാൽ മാറും, അത് അങ്ങയുടെ വിശ്വാസമാണ്. അതാണ് ശാസ്ത്രം വിശ്വാസം ഫലദായകം എന്ന് പറയുന്നത്. ശക്തികൾ 2 രീതിയിലുള്ള ശക്തികൾ തന്നെയുണ്ട്. സകാരാത്മക ശക്തി പകൽ സമയങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ശക്തികളാണ്.
നകാരാത്മക ശക്തി, അസ്തമയ ശേഷം. അവയാണ് അവയുടെ കഴിവുകൾ എന്താ പറയുക, ലോങ് ലൈഫ് ഇല്ലെന്ന് വേണ്ടി പറയാം. അത് ആസുരിക പദ്ധതിയാണ്, കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മാത്രം. വൈഷ്ണവ പദ്ധതിയല്ല. പക്ഷെ അത് എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പദ്ധതിക്ക് നിരന്തരമായുള്ള സാധന, ജലം ഗംഗാജലമാണ്. മറ്റേ പദ്ധതിക്ക് കടലിലെ വെള്ളമാണ്, പുഷ്പം വെള്ളം തന്നെ വേണം. വെള്ളിയാഴ്ച അസ്തമയ ശേഷം സാധകന് അതിൻ്റെ സിദ്ധി ലഭ്യമാകും. അത് ഒറ്റയ്ക്ക് കഴിയുകയും, സത്യം പറഞ്ഞാൽ മനുഷ്യരെ കാണാതെ കഴിയുക. കാരണം ഭൂമിയിലെ മറ്റെല്ലാ ജീവികളും സഹജീവിയെക്കുറിച്ച് കൂടി ബോധവാനാണ്. സഹജീവിയെക്കുറിച്ച് ബോധമില്ലാത്തത് മനുഷ്യപ്രാണിക്ക് മാത്രമേ ഉള്ളൂ. അത് ആ തലത്തിലേക്കെത്തി ആത്മാവിനെ ഉണർത്തി, കലിയുഗമാണ്, ഭക്ഷണവും ജലവും ഒക്കെ മാലിന്യമാണ്, എങ്കിലും പരമാവധി ആത്മജ്ഞാനം നേടി ഉള്ളിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചില മൃഗങ്ങൾക്ക് ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ, ഭൂകമ്പം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സുനാമി വരുന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അറിയാമെന്ന് അവർക്കൊരു വൈദ്യുത തരംഗങ്ങൾ പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെയാണോ? അതിന് കാരണം എന്താണ്? തീർച്ചയായും സത്യയുഗത്തിൽ മനുഷ്യർക്കും അത് സാധ്യമായിരുന്നു. മനുഷ്യൻ പറയുന്നതെല്ലാം സത്യം, പ്രവർത്തിക്കുന്നതെല്ലാം സത്യം. അപ്പോൾ സത്യത്തിൽ അധിഷ്ഠിതമാണ് ജീവിത രീതി. ജ്ഞാനവും ധർമ്മശാസ്ത്രങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതിയുമാണ്. ഇന്ന് മനുഷ്യർക്ക് ഇതെല്ലാം പുച്ഛവും ഇതെല്ലാം അന്ധവിശ്വാസവുമാണ്. ഈ പറഞ്ഞ ശാസ്ത്രശാഖകൾ അഭ്യസിച്ചാൽ മൃഗങ്ങൾ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകും. നമ്മൾ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന മൃഗങ്ങൾക്ക് മനസ്സിലാകും. അവർ പറയും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എന്താ പറയുക, ദ ഓപ്പറേറ്റീവ് മാനുവൽ ഓഫ് ദി ഹോമോ സാപ്പിയൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇദ്ദേഹം വീട്ടിൽ ഫ്രിഡ്ജ് മേടിക്കുകയാണ്, ഒരു ബുക്ക് മേടിക്കാൻ കിട്ടും, ഓപ്പറേറ്റീവ് മാനുവൽ. ഇദ്ദേഹം ഒരു കാറ് മേടിക്കുകയാണ്, ഒരു ബുക്ക് കിട്ടും, ഓപ്പറേറ്റീവ് മാനുവൽ. നമ്മൾ ഹോമോസാപ്പിയൻസിൻ്റെ ഓപ്പറേറ്റീവ് മാനുവൽ, വേദങ്ങളും ഗ്രന്ഥങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അതാണ് ഈ അപജയത്തിന് കാരണം. പക്ഷികൾ മഴക്കാറ് വന്ന് ഒരു ഇടിവെട്ടുന്നതിന് മുമ്പ് തന്നെ പക്ഷികൾ ചിലയ്ക്കുകയും പറക്കുകയും ഒക്കെ ചെയ്ത് നേരത്തെ കൂടണയും. എന്തുകൊണ്ടാണ്? മഴ വരുന്നു എന്നവർക്കറിയാം. മനുഷ്യർക്കും അത് സാധിക്കും. ആ തീവ്രമായ ശിക്ഷണത്തിലൂടെ, ഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്ന രീതിയിലൂടെ നമ്മൾ പോകണം. എന്തുകൊണ്ട് പോകുന്നില്ല? ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ലോ ഫോളോ ചെയ്യാനാണ്. നമ്മൾ കടവന്ത്ര ചെന്നു, ട്രാഫിക്കിൽ ലൈറ്റാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ചുവന്ന ലൈറ്റ് കത്തി വയ്ക്കുമ്പോൾ. അപ്പോൾ നിയമത്തെ അനുസരിക്കുന്നത് ഒരു ഹിതകരമല്ല, ഇഷ്ടമല്ല. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ സിദ്ധി ലഭിക്കുന്നത് പറയണം. സത്യയുഗം എന്ന് പറയുന്നൊരു കാലം, മനുഷ്യന്മാർ പ്രകൃതിയുമായിട്ട് ഇണചേർന്ന് ജീവിച്ച ഒരു കാലം. അതെ. ഈ സന്യാസിമാർക്ക് അത്തരത്തിലുള്ളൊരു ജീവിതചര്യയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ നേച്ചറുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ നമുക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഉണ്ടെങ്കിൽ ഹിമാലയത്തിൽ പോയാൽ അത് ഒരു 3 മണിക്കൂർ കൊണ്ട് പോകും. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്ചാർജ് നടക്കും. അവിടെ ഓക്സിജൻ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ അത് കുറവുള്ള സമയത്ത് ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ മാറും, ബയോകെമിസ്ട്രി മാറും. ആ മാറുന്ന സമയത്ത് കിട്ടുന്ന ഒരു എനർജി, അതുകൊണ്ടാണ് ഹിമാലയത്തിലെ ആൾക്കാർക്ക് പ്രാധാന്യം. അത് ഗോഡ്സ് ഓൺ വാലി, നമ്മളെ ഹിമാലയം തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ പറഞ്ഞ അധികം വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ പ്രകൃതിയോട് ചേർന്നിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, സാധാരണഗതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് ബാക്കി ലോകത്തിൽ ഏത് വെസ്റ്റേൺ ലൈഫിലും അവർ അതിനുള്ള കുറേ വസ്ത്രങ്ങൾ ആഡ് ചെയ്തിട്ട്, ഇപ്പം നമ്മളൊക്കെ പോകുമ്പോൾ എയർ കൂട്ടിയിട്ടാണ് പോവാം. അവിടെ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരെ കാണാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നത്? ഈ അക്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചു കാലം അവിടെ ജീവിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ലല്ലോ മാറുന്നത്, സെല്ലുകളൊക്കെ സെയിം ആണ്. അപ്പം എന്താണ് മാറുന്നത്? പക്ഷേ ഇപ്പോൾ ഡൗട്ട് വെച്ചിട്ട് ഇപ്പം അവിടെ ജനിച്ച് വളർന്ന ഒരാൾക്ക് ഈ ഒരു നാളെ മുതലേക്ക് ഇപ്പം ഒരു സന്യാസി നടക്കുന്ന പോലെ ഡ്രസ്സ് ഇല്ലാതെ നടക്കാൻ പറ്റുമോ? നമ്മൾ സാധാരണഗതിയിൽ ഓരോ മനുഷ്യനും പല കഴിവുകളുണ്ട്. ഇപ്പം എല്ലാവരുടെയും ഗുരുവായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാ തഥ ഈഷിത്വം ച വശിത്വം ച പ്രാപ്തി പ്രകാശ്യമേ വച്ച മണിമാദിഷ്ട സിദ്ധികളുള്ളവരാണെന്നാണ്. ആ മണിമാദിഷ്ട സിദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതാവാനും വലുതാവാനും. ഇപ്പോൾ നമുക്കൊരു ഒരു ഫിസിക്കൽ വെയിറ്റ് 60 കിലോ ആണെന്ന് വിചാരിക്കാം. ആ ഫിസിക്കൽ വെയിറ്റിനെ കുറച്ച് കൊണ്ടുവരാനും ഫിസിക്കൽ വെയിറ്റിനെ വല്ലാതെ കൂട്ടാനും
കഴിവുള്ള ഒരു സ്വയം പ്രാപ്തി നമുക്കൊക്കെ ഉണ്ട്. നമുക്കുണ്ട്. ആ നമുക്കുള്ളത് വളരെ മിനിമാണ്. അപ്പൊ ഹൈ ജമ്പോ ലോങ് ജമ്പോ ചാടുമ്പോൾ ഞാൻ കൊടുക്കുന്ന പ്രസ്, ആ പ്രസ് അനുസരിച്ചിട്ടാണ് എനിക്ക് ചാടാൻ പറ്റും. ഞാനൊരു ലാഡറിൽ കയറുമ്പോൾ എനിക്ക് വെയിറ്റ് കുറയും. ഇപ്പം ഞാൻ എന്നെക്കാളും വെയിറ്റ് ഉള്ള ഒരാൾ എനിക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്യരുത് എന്ന് വാശി പിടിച്ചാൽ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് കഴിവുണ്ട്. ആ കഴിവ് സാധാരണ വ്യക്തിക്കുണ്ടെങ്കിൽ സന്യാസിമാർക്ക് അതൊരു 10 മടങ്ങ് കഴിവുണ്ടാവും. ആ കഴിവുള്ളൊരു വ്യക്തിക്ക് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, അത് പല സന്യാസിമാർ, ഇപ്പം നമ്മുടെ യതിയുടെ കഥ പറയുമ്പോൾ പറയാറുണ്ട്. യതിയുടെ ശിഷ്യന്മാരിലെ ഒരു 2 ശിഷ്യന്മാർ, ഇദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ, സ്വാമി പറഞ്ഞ പോലെ, ഒരു പയ്യനോട് പറയാണ്, നീ ഇന്ന് വിട്ടു പോയിക്കോ. പറഞ്ഞോ, ഇല്ല ഞാൻ പോടില്ല. അല്ല, ഇന്ന് പോയിട്ടേ കാര്യമുള്ളൂ, നാളെ പോയിട്ട് കാര്യമില്ല. അന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതിവിടെ ഇരുന്ന് എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹിമാലയ മാസ്റ്ററായിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി ഒരു ഹിന്ദുസ്ഥാനി പാട്ട് ചൊല്ലുന്ന സമയത്ത് ഇത് ഞാൻ ഇങ്ങനെയല്ല എഴുതിയത്, ഇത് ഇദ്ദേഹം എഴുതിയതല്ല, ഏതോ സൂഫി മാസ്റ്റർ എഴുതിയതാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെയല്ല എഴുതുന്നത്, പരകായ പ്രവേശം. അതെ 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 അവരുടെ ജീവിതത്തിലേക്ക് കയറാൻ സാധിക്കുന്നു. ശങ്കരാചാര്യർ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാം അറിയുന്ന വ്യക്തി എന്ന് പറയുന്നത്? എല്ലാം അറിയുമെങ്കിൽ അദ്ദേഹത്തിന് ഗൃഹസ്ഥൻ്റെ എല്ലാ കർമ്മങ്ങളും അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയും. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ പങ്കുചേർന്ന് അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് സർവജ്ഞ പീഠനാവുന്നത്. തീർച്ചയായിട്ടും സർവജ്ഞ പീഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു റൂളറായിട്ടുണ്ട്, സോൾജറായിട്ടുണ്ട്, ഗൃഹസ്ഥാശ്രമിയായിട്ടുണ്ട്, ചെറിയ കുട്ടിയായിട്ടുണ്ട്, മുത്തശ്ശനായിട്ടുണ്ട്. എല്ലാ വേഷവും ഏറ്റെടുക്കുമ്പോഴേ സർവജ്ഞനാവുള്ളൂ. ആ സർവജ്ഞനായിട്ടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഇതൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ കൈലാസത്തിൻ്റെ മുകളിൽ പോയിട്ട് ശിവൻ്റെ ഗുഹകളിൽ എഴുതിയിരിക്കുന്ന സൗന്ദര്യലഹരിയുടെ ഭാഗങ്ങൾ എഴുതിയെടുക്കാൻ ആർക്കാ പറ്റുക? ശങ്കരാചാര്യർക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പലപ്പോഴും ഭഗവാനെ നേരിട്ട് കാണുക, ഭഗവതിയെ നേരിട്ട് കാണുക, വിളിക്കുമ്പോൾ മുമ്പിൽ വരിക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കഴിവുള്ള മഹത് വ്യക്തികളൊക്കെ നമ്മൾ ഉദാഹരിച്ച് പറയുന്ന സമയത്ത് ആ എനർജി അവരിലുള്ളതിൻ്റെ കുറച്ചെങ്കിലും അംശം നമ്മളിൽ കിട്ടുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതുവരെ വെള്ളം കുടിക്കാത്ത ഒരാൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുപോലെ ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ അത് വിശ്വാസമാണോ വിശ്വാസമല്ലയോ എന്നൊക്കെ ചോദ്യങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കറണ്ടിന്റെ കമ്പിയിൽ പിടിക്കുമ്പോഴല്ലേ കറണ്ട് ഉണ്ടെന്ന് അറിയുള്ളൂ. നേപ്പാളിൽ നിന്ന് കുറച്ച് ആചാര്യന്മാർ മാനസരോവറിൽ പോയപ്പോൾ അവർ പറയുകയാണ്, രാത്രി 12 ആയി കാണും, ചിലങ്കയുടെ ശബ്ദം കേട്ടു എന്നാണ് പറയണേ. ചിലങ്കയുടെ ശബ്ദം കേട്ടു. ഈ ആധുനിക ശാസ്ത്രം പറയുന്നതാണ് സത്യമെങ്കിൽ നമ്മുടെ വീട്ടിൽ കിണർ കുഴിക്കാറുണ്ടല്ലോ. കിണർ കുഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വെള്ളം കോരുമ്പോൾ 6 കാലുള്ള ഒരു ജീവി അതിനകത്ത് കിടന്ന് പിടയ്ക്കുന്നത് കാണാം. ആരെങ്കിലും ഈ ജീവിയുടെ അച്ഛനെയോ അമ്മയോ മുട്ടയോ ആ കിണറിൽ നിക്ഷേപിച്ചോ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലെ കുറച്ച് തെങ്ങിൻ്റെ മടലോ മാവിൻ്റെ കമ്പോ ഒക്കെ അടുക്കി ചീറി കെട്ടി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ചെതല് പിടിച്ചിരിക്കുന്നത് കാണാം. ആരെങ്കിലും ചെതലിൻ്റെ പിതാവിനെയോ മാതാവിനോ ചെതലിൻ്റെ മുട്ടയോ അവിടെ കൊണ്ടിട്ടോ? ഡാർവിൻ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ്, അല്ലേ? ജാത്യന്ത പരിണാമം പ്രകൃത്യാത് പൂരാത് എന്നാണ്. നമ്മൾ ഒരു മാങ്ങ, നല്ല പച്ച മാങ്ങ കട്ട് ചെയ്താൽ അതിനകത്ത് പുഴുവൊന്നും കാണില്ല. അതേ മാങ്ങ നിങ്ങൾ എവിടെ കൊണ്ടുവച്ച് പഴുപ്പിച്ചാലും പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പുഴു വരും. എവിടുന്നാണ് അതിനകത്ത് പുഴു വരുന്നത്? ആ പൂവായിരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടിട്ടിരിക്കുന്ന മുട്ട കൃത്യം ഇത്ര മാസം കഴിയുമ്പോൾ അത് മാങ്ങയായി പഴുക്കുമെന്നും ആ സമയത്ത് അതിന് പുഴുവായാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നും അതിനെ പഠിപ്പിച്ചതാരാണ്? സാധാരണ ഒരു മുട്ടയിൽ ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്തേക്കും ഒരു കോഴി കുഞ്ഞായി മാറുമ്പോഴത്തേക്കും ആ ചിറകടിച്ചിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കുന്നത് അതിനകത്ത് കൊടുത്തിട്ടുള്ള കുറച്ചൊരു എയറുണ്ട്. ആ എയർ വലിച്ചപ്പോഴാണ് അതിന് ശക്തി എടുത്തത്. ആരാണ് ഈ എയർ അതിനകത്ത് കൊണ്ടുവച്ചാലേ ഈ കോഴിക്കുഞ്ഞിന് പുറത്തു വരാനും മുട്ടത്തോട് പൊട്ടിക്കാനും സാധിക്കുള്ളൂ എന്ന് പഠിപ്പിച്ചത്? ഇതിനൊക്കെ മലയാളത്തിലെ 2ാമത്തെ അക്ഷരമാണ് ഉത്തരം. ഡോക്ടർമാർ പറയുമല്ലോ, അങ്ങയുടെ അച്ഛൻ മരിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഡെഡ് ബോഡിയാണ്. നമ്മൾ കത്തിക്കുമ്പോൾ അങ്ങൊക്കെ കാശിയിൽ നിരവധി കണ്ടു കാണും. നമ്മളെ ശവശരീരം കത്തിക്കുമ്പോൾ ഒന്ന് കയ്യും കയറുമെന്ന് അനങ്ങും ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ശരീരത്തിൽ ജീവൻ ഇല്ലെങ്കിൽ ഈ ശരീരം പിന്നെ എങ്ങനെയാണ് അനങ്ങിയത്? നമുക്ക് നമ്മുടെ നയനങ്ങൾ അജ്ഞത ബാധിച്ചിരിക്കുകയാണ്. ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, വേദവ്യാസൻ ധൃതരാഷ്ട്രരുടെ അടുക്ക വന്നു, ഐ ക്യാരി സോ മെനി ടൈപ്പ് ഓഫ് ഐസ്, ജ്ഞാനദൃഷ്ടി, വിദൂരദൃഷ്ടി, ഇതിലേത് ദൃഷ്ടി അങ്ങക്ക് വേണം?
ധൃതരാഷ്ട്ര ബുദ്ധിമാനായതുകൊണ്ടാണ് പറഞ്ഞത്, ദൃഷ്ടിയുണ്ടെങ്കിൽ ഞാൻ ദുഃഖത്തെ കാണേണ്ടി വരും, എൻ്റെ മക്കളുടെ വരെ അധർമ്മം കാണേണ്ടി വരും, അതിനാൽ ഐ ഡോ നീഡ് ഓഫ് യുവർ ഐസ്, ഗിവ് ഇറ്റ് ടു സംജയ. അപ്പോൾ ധൃതരാഷ്ട്രക്ക് അറിയാം എൻ്റെ മക്കൾ സൽപുത്രന്മാരല്ല, വ്യാസന്തരം ദൃഷ്ടി എനിക്ക് ലഭിച്ചാൽ മക്കളുടെ അനീതി ഞാൻ കാണേണ്ടി വരും. അതുപോലെ തന്നെയാണ് സൂർദാസിൻ്റെ ചരിത്രം പറയുമ്പോൾ, ഭക്തവൈ സൂർദാസ് ജന്മനാഥൻ അന്ധനായിരുന്നു. ഒരു ദിവസം ഈ പാട്ട് കേട്ടൊരു ശബ്ദം കേട്ട് സൂർദാസ് ഭയന്നു പോയി, അയ്യോ ആരാണ്, നമുക്ക് ദൃഷ്ടിയുമില്ലല്ലോ. അപ്പോൾ ശബ്ദം കേൾക്കുകയാണ്, സൂർദാസ് ഞാൻ ദേവി പരമേശ്വരിയാണ്, നിന്റെ ഗാനങ്ങളിൽ ഞാൻ തൃപ്തയാണ്, നിനക്ക് ഞാൻ ദൃഷ്ടി തരാൻ പോവുകയാണ്. അപ്പോൾ സൂർദാസ് പറഞ്ഞെന്നാ പറയുന്നത്, അമ്മേ ദേവി ഇത് ഉപദ്രവിക്കരുത്, ഞാൻ ഈ ഭൂമിയിലെ മായയെല്ലാം കണ്ടത് ലീനനായി പോവും, ഈ കണ്ണില്ലാത്തത് കൊണ്ട് എനിക്ക് അമ്മയെ മാത്രം സ്മരിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാൽ ദ ഓപ്പറേറ്റീവ് മാനുവൽ ഓഫ് ഹോമൻ സാപ്പിയൻസ് നമ്മൾ റെഫർ ചെയ്യാത്തതാണ് നമ്മുടെ എല്ലാ ജ്ഞാനത്തിനും കാരണം. ആ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ ഡാർക്ക് എനർജി മാത്രമല്ല അതിലപ്പുറവും പോകാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം 14 മന്വന്തരങ്ങളെക്കുറിച്ച് ഋഗ്വേദം പറയുന്നുണ്ട്, 7ാമത്തെ മന്വന്തരമേ ആയിട്ടുള്ളൂ. നമ്മുടെ ശാസ്ത്രകാരന്മാർ അന്റാർട്ടിക്ക വരെ പോയി, ആസ്ട്രേലിയ വരെ പോയി, ചൊവ്വയിൽ പോയി, സൂര്യനും ചന്ദ്രനും പോലെ തയ്യാറെടുപ്പ് നടത്തുന്നു. സ്വന്തം ശരീരത്തിലെ ഒരണുവിനെ കാണുവാൻ അയാൾക്ക് ഭൂതക്കണ്ണാടി അഭയം പ്രാപിക്കേണ്ടി വരുന്നു. മനുഷ്യ, നീ പിന്നെ എന്ത് മിടുക്കനാണ്? സ്വന്തം ശരീരത്തിലെ അണുവിനെ കാണുവാൻ ഭൂതക്കണ്ണാടി വേണം. ഒന്നുമല്ല മനുഷ്യർ. ഈ എന്താ പറയുക, നകാരാത്മക എനർജി ഇല്ല എന്ന് വാദിക്കുന്നവരോട് പറയണം, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ എന്താ പറയുക പാദസ്പർശ വിരോധിയെ, ആരോഗ്യ ദൃഢഗാത്രനായ അയാളോട് വൈകിട്ട് അസ്തമേഷണം നീ നഖം വെട്ടു, മുടി മുറിക്കൂ എന്ന് പറഞ്ഞു നോക്കൂ, 27 ദിവസത്തിനുള്ള അയാളെ ശയ്യാവലംബിയാവും. കാരണം ശാസ്ത്രം പറയുന്നത് ക്ഷൗരവൃത്തി രാവിലെ വേണം. നമ്മൾ നഖം മുറിക്കുകയാണ്, ചെറിയ സ്വേദകണങ്ങൾ ആ മുറിക്കുന്ന ഭാഗത്തുണ്ടാകുമെന്നാണ്. അപ്പോൾ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത ശക്തികൾ അകലെ നിന്നുകൊണ്ട് തന്നെ ഈ സ്വേദം ഊറ്റി വലിച്ചു കുടിക്കുമെന്നാണ്. ഇയാൾ ക്ഷീണിതനാകും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ ക്ഷൗരവൃത്തി രാവിലെ ആകണമെന്നും ചൊവ്വാഴ്ച നിഷിദ്ധമാണെന്നും പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യത്തിൻ്റെ ദേവനാണ് ചൊവ്വ. അപ്പം ആരോഗ്യത്തിന് ഹാനികരമാണ് ചൊവ്വാഴ്ച ക്ഷൗരവൃത്തി, നഖം മുറിക്കുക മുതലായ ചെയ്താൽ. നിരവധി അമ്മമാർ പെൺകുഞ്ഞുങ്ങൾ ആശ്രമത്തിൽ വരുന്നവരോ നാട്ടിൽ പുരാണ പാഠ ക്ലാസ്സുകളാണ് നമ്മുടെ കർത്തവ്യം. അത് പറയുന്നത്, സ്വാമി മകള് ആരോഗ്യം പോകണു, എന്ത് കഴിച്ചിട്ടും ആരോഗ്യം പോകണു. അപ്പോൾ ഞാൻ പറയുന്നത്, മക്കളെ മുടി മുറിക്കുക, എന്തെങ്കിലും ഇതുണ്ടല്ലോ പെൺകുട്ടികൾ ആവശ്യമായ രോമം കളയുന്ന പ്രക്രിയ, നഖം ഒന്നും ചൊവ്വാഴ്ച ചെയ്യരുത്. നഖം മുറിക്കണം രാവിലെ. വൈകുന്നേരം അത് കരിഞ്ഞുണങ്ങിയാൽ ഊണ്ടങ്ങ് കവറാകുമല്ലോ. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയ സത്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലമെടുക്കും. നമുക്ക് ആദ്യം അതിന് ആഹാരം തന്നെ മലിനമാണ്. ഈ കോവിഡ് സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതാണ്, മൊബൈൽ വഴി ഒരു സന്ദേശം ഓൺലൈനിൽ കുണ്ടലിനി ഉണർത്തി കൊടുക്കും. ഓൺലൈനിൽ ബാബ രാംദേവ് പറയുന്നു, കുണ്ടലിനി ഉണർത്തിയവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആഹാരം മാലിന്യം. എങ്ങനെ? വയൽ വീഴുന്ന ട്രാക്ടറിൽ നിന്ന് ഗ്രീസ് താഴെ വീഴുന്നു, ആ ടയറിന് റബ്ബർ വലിഞ്ഞു ചേരുന്നു, രാസവളങ്ങൾ കൊണ്ടിട്ട് നാശമാക്കി. പണ്ടൊക്കെ ചങ്ങാതി നമ്മുടെ പറമ്പിലൊക്കെ മൺവെട്ടി, എന്താ ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ എന്താ പറയുക മൺവെട്ടിക്ക്, അതുകൊണ്ട് മണ്ണ് കിളയ്ക്കുമ്പോൾ മണ്ണിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് ആ മണ്ണിൻ്റെ മണമില്ല. നമ്മൾ വളമിട്ട് നശിപ്പിച്ച്, ശ്വസിക്കുന്ന വായു വരെ മാലിന്യം, കുടിക്കുന്ന വെള്ളം വരെ മാലിന്യം. അപ്പോൾ അന്നമയകോശം തന്നെ മലിനമായി, പ്രാണമയകോശം, മനമയകോശം. പിന്നെ എങ്ങനെയാണ് ആനന്ദമയകോശത്തിന് ശുദ്ധമായ ആനന്ദം ലഭിക്കുക? അജ്ഞാനത്തിൽ നിന്ന് ആനന്ദമാണ് അവന് ലഭിക്കുന്നത്. അത് ക്ഷണികമാണ്, ഈ പറഞ്ഞ പാദപൂജയെ വിമർശിക്കുന്നത് മാതിരി. അപ്പോൾ അത് ക്ഷണികമാണ്.